ഹായ് ഹലോ നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു സോങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നത്. സലാറിലെ ഏറ്റവും പുതിയ സോങ്. ഇതിനു മുമ്പ് എന്നുള്ള സൂര്യാംഗം എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ഞാൻ മലയാളം കാണാതെ തെലുങ്ക് കാണുകയും അതിനുശേഷം മലയാളമാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അവസരം മലയാളം എടുത്ത് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും എല്ലാ ലാംഗ്വേജിലും വന്നിട്ടുണ്ടെങ്കിലും മലയാളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്രതികാരമോ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. അധികം സംസാരവും കാര്യങ്ങളൊന്നുമില്ല. ആദ്യം സോങ് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, റെഡി. വിജയ്, ഉം. യെസ് ടീച്ചർ. നിനക്ക് ഞാൻ പഠിപ്പിച്ചെന്ന പാട്ട് ഓർമ്മയില്ലേ? അമ്മ ആണ് ടീച്ചർ. പാട്. ശക്തമാണ്. Nice. നല്ല വരി. ഈ മ്യൂസിക് KGF തൊട്ട് ചെറിയൊരു റെബൽ സ്റ്റാർ പ്രശാന്ത് നീ. Victories don't come from wars, they come from forgiveness. December 22, അതായത് 22 എന്ന് പറയുന്നത് നാളെ. എന്താ പൊന്നോ, വെയിറ്റിംഗ്. രാവിലെ 7 മണിക്കാണ് ഫസ്റ്റ് ഷോ. വെയിറ്റിംഗ് ആണ്. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. പോയി കാണുന്നവരെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒന്നാമത്തെ എക്സൈറ്റ്മെന്റ് അത് പറയുന്നതിന് മുമ്പ് സോങ് എങ്ങനെയുണ്ടെന്ന് പറയണം. സോങ് അടിപൊളിയാണ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. പിന്നെ ഈ മലയാളത്തിലേക്ക് വരുമ്പോൾ നല്ല സിനിമകളുടെ, ഇപ്പൊ അല്ലു അർജുൻ മൂവീസിന്റെ ഒക്കെ മലയാളം വേർഷൻ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലായിരിക്കും ഡബിങ് പോയിട്ടുണ്ടാവുക. അതിലെ സോങ് ഒക്കെ ഭയങ്കര, ഇപ്പോഴും ആ ചെമ്പനീർ പോയെന്ന് പറഞ്ഞ സോങ് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന എത്രയോ സോങ്ങുകൾ. അതല്ലാതെ തന്നെ ഒരുപാട് ഇപ്പൊ അഴകേ നീ എന്നെ എന്ന് പറഞ്ഞ പാട്ട് ഒക്കെ ഭയങ്കര രസമാണ്. അതുപോലെ ഇപ്പോ ബാഹുബലിയിലെ സോങ് ആണെങ്കിലും KGF-ലേതാണെങ്കിലും ഇപ്പൊ ഇതിലേതാണെങ്കിലും സൂര്യാംഗം മുതൽ ഇതൊക്കെ ഒരു സാധാ മലയാളം സോങ് കേൾക്കുന്ന ഒരു ഫീല് കൊണ്ടുവരാൻ അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു 90% അത് വർക്കൗട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ആ ഇമോഷൻ ഭയങ്കര രസമുണ്ട്. പിന്നെ ഒരു പക്ഷെ ഇത് കുറെ കാലങ്ങൾക്ക് ശേഷം മകൻ തിരിച്ചു വന്നപ്പോൾ ഉള്ള അമ്മയുടെ ആ ഒരു ഫീൽ. കാരണം കോപം മതി, സ്നേഹം വേണം എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. സോ അതൊന്ന്.
അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ആ ഒരു പിണക്കം സംഭവിച്ചതിന് ശേഷം, അതായത് വരദരാജ മന്നാറും ഈ ദേവയും കൂടി തമ്മിലുള്ള ഒരു പിണക്കം, അവര് അകലുന്നതിന് ശേഷമുള്ള ഒരു സോങ്. ഇതിൽ ഏതോ ഒന്നാവാനാണ് സാധ്യത. എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. പക്ഷെ സാധ്യത അതിനാണെന്നാണ് തോന്നുന്നത്. കേട്ടിട്ട് അത്യാവശ്യം നല്ല വരിയാണ്. പിന്നെ ഇതിനിടയിലുള്ള ചെറിയ ഗ്യാപ്പിൽ വന്ന മ്യൂസിക് കേട്ടപ്പോൾ ഈ ബാഹുബലി 2 സെക്കൻഡ് പാർട്ടിൽ കൊട്ടാരന്ന് ബാഹുബലി ഇറങ്ങിയതിന് ശേഷമുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ ഇടയിൽ വരുന്ന ഒരു മ്യൂസിക്കുമായിട്ട് കുറെ ഒരു ചെറിയ കണക്ഷൻ ഫീൽ ചെയ്തു. അങ്ങനെയാണെന്നല്ല കേട്ടോ, കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ആ സോങ് ആണെന്ന് മാത്രം. സോ എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട്. പാട്ട് അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശ്രുതി ഹാസൻ അപ്പോൾ ഒരു ടീച്ചറാണ് അല്ലേ? ആയിരിക്കും. അമ്മയും ടീച്ചറാണ്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്നും പ്രത്യേകിച്ച് ഒരു ഐഡിയ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അറിയുന്ന ഒരേ ഒരു സംഭവം, രണ്ട് ഫ്രണ്ട്സ് അവർ തമ്മിൽ ഭയങ്കര അത്രയും തിക് ഫ്രണ്ട്സ്, അവർ പിണങ്ങുന്നു, അതിനുശേഷം വലിയ ശത്രുക്കളായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഖൻസാറിന് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഖൻസാർ സിറ്റി മേക്കിയത് എത്രമാത്രം വലിയ സംഭവം എന്നൊക്കെ നമുക്കറിയാം. അതിനൊക്കെ അപ്പുറത്തേക്കുള്ള പ്രതീക്ഷ, പ്രശാന്ത് നീലിന്റെ ഡയറക്ഷൻ എത്രമാത്രം വരും. പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞത് കേൾക്കുമ്പോഴുള്ള ഗൂസ് ബംസ് ഭയങ്കരമാണ്. കാരണം അത് പ്രഭാസ് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രശാന്ത് നീലിന് പറയുന്നുണ്ട്. നമുക്ക് ഒരു ഡയറക്ടർ തന്നെയായിരുന്നു, ഒരു അസോസിയേറ്റ് ഡയറക്ടറെ കിട്ടിയ ഫീൽ ആയിരുന്നു. അഭിനയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ മലയാളി എന്ന രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതാണ്. 2-3 പ്രാവശ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, വീണ്ടും പറയുന്നു. ആൻഡ് സലാർ അതൊരു വലിയ ഹിറ്റ് ആവോ, KGF മുകളിൽ പോവോ? ഇനി അഥവാ ഇപ്പൊ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ പുതിയ വീഡിയോ എന്നൊക്കെ പുള്ളിക്കാരൻ പിന്നെയും അതൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട്, അതിൽ യശ് ഉണ്ട് എന്ന്. അതായത് സാക്ഷാൽ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ബന്ധവും നമ്മുടെ KGF ആയിട്ട് ഇല്ല. പക്ഷെ യശ് ഉണ്ട്, അത് KGF ആയിട്ട് നമ്മൾ റോക്കി ബൈ വരും എന്നൊക്കെ രീതിയിൽ പ്രതീക്ഷ വീണ്ടും അദ്ദേഹം കൂടി തന്നതോടുകൂടി വീണ്ടും നമ്മുടെ ഹൈപ്പ് കൂടി. എനിവേ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, വെറുതെ ഓരോ ആശകൾ വെച്ച് ഇപ്പൊ ലിയോ ഹിൽസിലാവില്ലെന്ന് പറഞ്ഞു വന്ന പോലെ ആ രീതിയിലൊന്നും വെറുതെ ഇതിൽ സംസാരിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരു KGF വരും, ഒരു യൂണിവേഴ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ജസ്റ്റ് പ്രശാന്ത് നീൽ മാജിക് ആ ഒരു വലിയ സ്ക്രീനിൽ ഇവരുടെ ഒരു അഭിനയം ഞെട്ടിക്കലൊക്കെ കാണാൻ വേണ്ടി മാത്രം പോവുക. അതിനപ്പുറത്തേക്ക് KGF ഉണ്ടോ ഇല്ലാതിരിക്കോ, യശ് വരുമോ വരാതിരിക്കോ, എന്തും സംഭവിക്കട്ടെ, അതൊന്നും നമ്മൾ വെറുതെ വറിയിടാവണ്ട. പോയി കാണാൻ ഞെട്ടുക, സിനിമ എൻജോയ് ചെയ്യുക എന്നുള്ള ഇതിൽ പോവുകയാണെങ്കിൽ വലിയ ചെറുതായിട്ടെങ്കിലും വരുന്ന ഡിസപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇന്റർവ്യൂസ് തന്നെയാണ്. ഓരോ ഇന്റർവ്യൂവിലും ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഹോം ബാലയുടെ ചാനൽ തന്നെ വന്ന രാജമൗലി ഹോസ്റ്റ് ചെയ്തിട്ട് വന്ന ഈ പ്രഭാസ്, പൃഥ്വിരാജ്, പിന്നെ നമ്മുടെ പ്രശാന്ത്, ഈ 4 പേരും കൂടെ ഉള്ളൊരു ഇന്റർവ്യൂ ഉണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അപ്പൊ അതിലൊക്കെ പ്രതീക്ഷകൾ ഒരുപാടുണ്ട്, വാനോളം ഉയർന്നിട്ടുണ്ട്. സോ ഐ എം റിയലി സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. നാളെ 7 മണിയാകാൻ വേണ്ടി അത്രയ്ക്ക് വെയിറ്റിംഗ് ആണ്, ഈഗർലി വെയിറ്റിംഗ് ഫോർ നാളെ. സോ നിങ്ങളുടെ ഇപ്പോ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഇതിനുള്ള ആകാംക്ഷ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഈ സോങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് സൂര്യാങ്കാണോ ഇതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഇഷ്ടപ്പെട്ടത് സൂര്യാങ്കാണ് ഇതിനേക്കാൾ കൂടുതൽ. ഇതും അടിപൊളി തന്നെയാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ ടാറ്റാ.